നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഫേൽ യുദ്ധവിമാനങ്ങളുടെ ബോഡി ഭാഗങ്ങൾ ഇനി ഹൈദരാബാദിൽ നിർമ്മിക്കും. ഇത് സംബന്ധിച്ച കരാറിൽ ടാറ്റ ഗ്രൂപ്പും ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷനും ഒപ്പിട്ടു. ഹൈദരാബാദ് മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ആഗസ്റ്റ് 10 മൽക്കജിഗിരി തിരുമല ഗാർഡനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. റെയിൽ കണക്ടിവിറ്റിയുടെയും വികസനത്തിന്റെയും പുതുലോകം തുറന്നുകൊണ്ട് പതിറ്റാണ്ടുകളായി കേരളം കാത്തിരുന്ന അങ്കമാലി ശബരി റെയിൽ പദ്ധതിക്ക് അനുമതി. തെലങ്കാന സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ സൗജന്യ റേഷനരി ഒന്നിച്ച് വിതരണം ചെയ്യുന്നു. വിതരണം ജൂൺ 30 വരെ. പഴയ പോസ്റ്റൽ പിൻകോഡുകൾക്ക് വിട. പകരം പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനമായ ഡിജി പിൻ അവതരിപ്പിച്ച് തപാൽ വകുപ്പ്. എല്ലാ സേവനങ്ങളും ഒരു കുട കീഴിൽ ലഭ്യമാകുന്ന സ്വാറെയിൽ ആപ്പിന് രൂപം നൽകി ഇന്ത്യൻ റെയിൽവേ. ആൻഡ്രോയിഡ്, iOS ഡിവൈസുകളിൽ ഈ ആപ്പ് ലഭ്യമാണ്. സിനിമാ പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം വലിയ സ്ക്രീനും മികച്ച ശബ്ദവുമായി ഐമാക്സ് സ്ക്രീൻ ഹൈദരാബാദിൽ തിരിച്ചെത്തുന്നു. ഹൈദരാബാദിലെ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി സ്ഥാപിച്ച ഫേക്കാർട്സ് ലൈറ്റിംഗ്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ശ്രീ ജി കിഷൻ റെഡ്ഡി നിർവഹിച്ചു. സ്വത്ത് നികുതിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാക്കി ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ. വാർത്തകൾ വിശദമായി. റഫേൽ യുദ്ധവിമാനങ്ങളുടെ ബോഡി ഭാഗങ്ങൾ ഇനി ഹൈദരാബാദിൽ നിർമ്മിക്കും. ഇത് സംബന്ധിച്ച കരാറിൽ ടാറ്റ ഗ്രൂപ്പും ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷനും ഒപ്പിട്ടു. ഇന്ത്യയിലെ ഉപയോഗത്തിനും വിദേശത്തേക്കുള്ള കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ് നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത്. വിമാനഭാഗങ്ങൾ 2028 പുറത്തിറക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിമാസം 2 വിമാനങ്ങളുടെ ബോഡി ഭാഗങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. റഫാലിന്റെ ഭാഗങ്ങൾ ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുന്നത് ഇതാദ്യമാണ്. ഫ്രാൻസുമായുള്ള സഹകരണം പ്രധാന ചുവടുവയ്പായെന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് CEO സുഖരൻ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൈദരാബാദ് മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ആഗസ്റ്റ് 10 മൽക്കജിഗിരി തിരുമല ഗാർഡനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. കലാ, സാംസ്കാരിക, സാമൂഹിക സേവന രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന തണലിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിലെ മുഖ്യ ഇനം കലാഭവൻ രാകേഷിന്റെ രസികർ ടീം മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ മെഗാ ഷോ ആണ്. അതിൽ നാടൻപാട്ട്, സിനിമാ ഗാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ചെണ്ട വയലിൻ, ചെണ്ട ഗിറ്റാർ, മറ്റ് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഫ്യൂഷൻ സംഗീതവും ഗസ്റ്റ് ആർട്ടിസ്റ്റായി എത്തുന്ന പ്രശസ്ത സിനിമാ നടനും മിമിക്രി താരവുമായ പാഷാണം ഷാജിയുടെ സ്കിറ്റുകളും നാടൻപാട്ടും കോമഡി ഷോയും ഉണ്ടായിരിക്കും. എന്തു പറ്റി മോളെ? സത്യമായിട്ടും ഇന്ദു ആന്ന് കരുതിയിട്ടാ. നിനക്കെങ്കിലും വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നീ ഇന്ദു അല്ലാന്ന്. അതിന് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും വിഭവസമൃദ്ധമായ സദ്യ രുചിച്ചറിയുന്നതിനും ആഗസ്റ്റ് 10 നടക്കുന്ന തണൽ ഓണാഘോഷ പരിപാടിയിലേക്ക് തണൽ കുടുംബാംഗങ്ങളോടൊപ്പം ഇരട്ട നഗരത്തിലെ മുഴുവൻ സഹൃദയരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. റെയിൽ കണക്ടിവിറ്റിയുടെയും വികസനത്തിന്റെയും പുതുലോകം തുറന്നുകൊണ്ട് പതിറ്റാണ്ടുകളായി കേരളം കാത്തിരുന്ന അങ്കമാലി ശബരി റെയിൽ പദ്ധതിക്ക് അനുമതി. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായത്. സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാനും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസും ചർച്ചയിൽ പങ്കെടുത്തു. അങ്കമാലി ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനാൽ പകരമായി മുമ്പോട്ട് വച്ച ചെങ്ങന്നൂർ പമ്പ പദ്ധതി നിർദ്ദേശം മരവിപ്പിക്കും. റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നുള്ള വിദഗ്ധ സമിതി ഉടനെ തന്നെ കേരളത്തിലെത്തും. പാതയ്ക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ജൂലൈയിൽ ആരംഭിക്കും.
ശബരിമല തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമേകുന്ന ഈ 111 കിലോമീറ്റർ പാത എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകും. തെലങ്കാന സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ സൗജന്യ റേഷനരി ഒന്നിച്ച് വിതരണം ചെയ്യുന്നു. വിതരണം ജൂൺ 30 വരെ. സംസ്ഥാനത്തെ 90 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾക്കാണ് 3 മാസത്തെ ഫൈനരി ഒന്നിച്ച് വിതരണം ചെയ്യുന്നത്. മഴക്കാലമായതിനാൽ വെള്ളപ്പൊക്കവും തന്മൂലം പൊതുജനങ്ങൾക്കുണ്ടായേക്കാവുന്ന നിരവധി ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്താണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതെന്ന് അറിയുന്നു. എന്നാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ അരിയുടെ അമിതമായ സ്റ്റോക്ക് ഉണ്ടെന്നും പുതിയ സ്റ്റോക്ക് സംഭരിക്കാൻ സ്ഥലമുണ്ടാക്കുക എന്നതാണ് ഈ ലക്ഷ്യത്തിന് പിന്നിലെന്നും വിവരമുണ്ട്. ഏതായാലും ജൂൺ 30 വരെ അർഹരായ റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം ഫൈനരി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായി സിവിൽ സപ്ലൈസ് കമ്മീഷണർ DS ചൗഹാൻ അറിയിച്ചു. പഴയ പോസ്റ്റൽ പിൻകോഡുകൾക്ക് വിട, പകരം പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനമായ ഡിജിപിൻ അവതരിപ്പിച്ച് തപാൽ വകുപ്പ്. പഴയ പിൻകോഡുകൾ വലിയൊരു പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ 10 അക്ക ഡിജിപിൻ ആകട്ടെ നമ്മുടെ വാസസ്ഥലം കൃത്യമായി കാണിക്കുന്നു. കത്തുകളും സാധനങ്ങളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ആംബുലൻസ് രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ലഭ്യമാക്കുന്നതിനും എന്തിന് ഓൺലൈനിലൂടെ ഷോപ്പിംഗ് നടത്തുന്നവർക്കെല്ലാം ഡിജിപിൻ ഏറെ ഫലപ്രദമാണ്. നിങ്ങളുടെ ഡിജിപിൻ അറിയുന്നതിന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ലൊക്കേഷൻ കണ്ടെത്തി അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ വലതുഭാഗത്ത് താഴെയായി നിങ്ങളുടെ ഡിജിപിൻ ലഭിക്കും. എല്ലാ സേവനങ്ങളും ഒരു കുട കീഴിൽ ലഭ്യമാകുന്ന സ്വാറെയിൽ ആപ്പിന് രൂപം നൽകി ഇന്ത്യൻ റെയിൽവേ. ആൻഡ്രോയിഡ്, iOS ഡിവൈസുകളിൽ ഈ ആപ്പ് ലഭ്യമാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ്, PNR സ്റ്റാറ്റസ് ചെക്ക്, ഭക്ഷണത്തിന് ഓർഡർ കൊടുക്കൽ തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. IRCTC റെയിൽ കണക്ട്, UTS തുടങ്ങിയ റെയിൽവേയുടെ ഓരോ സേവനങ്ങൾക്കും മുൻപ് പ്രത്യേകം ആപ്പുകൾ ഉപയോഗിക്കണമായിരുന്നു. എന്നാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരുമിച്ച് ഒരു ആപ്പിലൂടെ ലഭ്യമാണ് എന്നതാണ് സ്വാറെയിലിന്റെ സവിശേഷത. സെന്റർ ഫോർ റെയിൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ആപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത്. തെരഞ്ഞെടുത്ത ഉപയോക്താക്കൾക്ക് മാത്രമാണ് നിലവിൽ ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതെങ്കിലും വൈകാതെ തന്നെ പൊതുജനങ്ങൾക്കെല്ലാം സേവനം ലഭ്യമാകും. സിനിമാ പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം വലിയ സ്ക്രീനും മികച്ച ശബ്ദവുമായി ഐമാക്സ് സ്ക്രീൻ ഹൈദരാബാദിൽ തിരിച്ചെത്തുന്നു. തെലുങ്ക് സിനിമാ വ്യവസായമായ ടോളിവുഡിന്റെ നാട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് നിരവധി സിംഗിൾ സ്ക്രീൻ സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം കാലക്രമേണ അപ്രത്യക്ഷമായി. ഇന്ന് മൾട്ടിപ്ലക്സുകളിൽ മികച്ച ശബ്ദം, എയർ കണ്ടീഷനിങ്, സുഖപ്രദമായ സീറ്റുകൾ, ഭക്ഷണ ഓപ്ഷനുകൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നിട്ടും അനുഭവപ്പെടുന്ന കുറവ് വലിയ സ്ക്രീനും മികച്ച ശബ്ദവുമായി ഐമാക്സ് തിരിച്ചെത്തുന്നതിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നു. 2 വർഷത്തിനുള്ളിൽ ഹക്കിംപെട്ടിൽ ഒരു പുതിയ ഐമാക്സ് തിയേറ്റർ നിർമ്മിക്കുമെന്ന് ഏഷ്യൻ സിനിമയിൽ നിന്നുള്ള സുനൈൽ നരാങ് പറഞ്ഞു. മഹേഷ് ബാബുവിനെ നായകനാക്കി SS രാജമൗലി സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം SSMB 29 പുതിയ ഐമാക്സ് തിയേറ്ററിൽ റിലീസ് ചെയ്യാനാണ് സാധ്യത. ഹൈദരാബാദിലെ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി സ്ഥാപിച്ച ഫേക്കാർട്സ് ലൈറ്റിംഗ്സിന്റെ ഉദ്ഘാടനം കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ശ്രീ G കിഷൻ റെഡ്ഡി നിർവഹിച്ചു. കാച്ചിഗുഡ സ്റ്റേഷന്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് 775 ആധുനിക LED ലൈറ്റിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്റ്റേഷൻ കെട്ടിടം വർണ്ണാഭമാക്കിയത്. വൈദ്യുതിക്കായി സ്റ്റേഷന് മുകളിൽ മണിക്കൂറിൽ 400 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഡിജിറ്റൽ ഇടപാടുകളുടെ കാര്യത്തിൽ സ്റ്റേഷൻ 1ാം സ്ഥാനത്താണെന്നും ഉദ്ഘാടന വേളയിൽ മന്ത്രി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന കാച്ചി സമുദായത്തിൽപ്പെട്ടവരുടെ പേരിൽ നിന്നാണ് കാച്ചിഗുഡ എന്ന് പേരുണ്ടായത്. അതിനാൽ കാച്ചി വെൽഫെയർ സംഘത്തിൽപ്പെട്ടവരെയും ചടങ്ങിൽ ആദരിച്ചു. സ്വത്ത് നികുതിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാക്കി ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ. പൗരന്മാർക്ക് ഇനി മുതൽ സേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് GHMCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.ghmc.gov.in വഴി സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. സേവനങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ പൗരന്മാർ അവരുടെ PTIN നമ്പർ നൽകണം. ഒപ്പം അപേക്ഷകളുടെ സ്വഭാവമനുസരിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരീകരണത്തിനും അംഗീകാരത്തിനുമായി ബന്ധപ്പെട്ട GHMC റവന്യൂ ഉദ്യോഗസ്ഥരിലേക്ക് സ്വയമേവ എത്തിച്ചേരും. വേഗതയേറിയതും തടസ്സരഹിതവുമായ സേവനങ്ങൾക്കായി ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പുതിയ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു.
തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.